മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്നലത്തെ സീക്രട്ട് ടാസ്കോട് കൂടി വീട്ടിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം അതാണ് കേട്ടോ. സീക്രട്ട് ടാസ്കിലേക്ക് വിളിക്കാതിരുന്ന 5 പേർക്കും നല്ല രീതിയിലുള്ള സങ്കടവും ദേഷ്യവും ഒക്കെയുണ്ട്, പ്രത്യേകിച്ച് അക്ബറിനോട്. അതിൽ നെവിൻ്റെ ആ ഒരു സങ്കടവും ദേഷ്യവും ന്യായമായിട്ടുള്ളതാണ്. ബാക്കി 4 പേർക്കും, അതായത് ആദില, നൂറ, അനുമോൾ, ഷാനവാസ്, അവർക്കും നല്ല രീതിയിലുള്ള സങ്കടവും ദേഷ്യവും ഒക്കെയുണ്ട്. എന്തായാലും അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ ആദിലയും നൂറയും. എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ മാറിയിരുന്ന് സംസാരിക്കുകയാണ്. അതായത് പുറത്തേക്ക് പ്രേക്ഷകർക്ക് കണ്ടന്റ് ഇട്ട് കൊടുക്കുകയാണ്. പ്രേക്ഷകര് ഈ രീതിക്ക് ചിന്തിക്കണമെന്ന് കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് സംസാരിക്കുന്നത് പോലെയാണ് അവരുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്തായാലും നൂറ പറയുന്നത്, ഒരു ടാസ്ക് വെച്ച് അതിൽ നമ്മുടെ ഇമോഷൻസും സാധനങ്ങളും എടുത്തിടരുത്, യൂട്ടിലൈസ് ചെയ്യരുത്. ഫാമിലി വീക്കിൽ ഞാൻ ഫാമിലിനെ എക്സ്പെക്റ്റ് ചെയ്താണ് ഇരുന്നത്. എൻ്റെ സിബ്ലിങ്സ് എങ്കിലും വരുമെന്ന് ഞാൻ കരുതി. ഉടനെ ബിഗ് ബോസ് കൺഫെക്ഷൻ റൂമിൽ വിളിച്ച് ആരെയാണ് മിസ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അനിയനെയാണെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ നല്ല സങ്കടം വന്നു, ഞാൻ അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവസാനം അറിയുക, ഇതൊരു ടാസ്ക്കാണ്, ആർക്കും ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെയും കൂടി വിളിച്ചതെന്ന്. എന്നിട്ട് എനിക്കെന്താണ് കിട്ടിയത്? നാണക്കേടും അപമാനവും മാത്രം. ഇതും പറഞ്ഞ് വിങ്ങി പൊട്ടുകയാണ് നൂറ. നൂറയ്ക്ക് നല്ല രീതിയിൽ ബിഗ് ബോസിനോട് ദേഷ്യമുണ്ട്. ബിഗ് ബോസ് നൂറയും ബിന്നിയെയും നെവിനെയും വിളിച്ചത് ആര്യന് സീക്രട്ട് ടാസ്ക് കൊടുക്കുന്നതിൽ ഒരു ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ജെന്യുവിനായിട്ട് തന്നെയാണ് നൂറയോട് സംസാരിച്ചതും നൂറയെ ആശ്വസിപ്പിച്ചതുമെല്ലാം. അത് ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ടല്ല. അങ്ങനെ ബിഗ് ബോസ് ഒരാളുടെ ഇമോഷൻസ് ഒന്നും വെച്ച് കളിക്കില്ലെന്ന് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതാണ്. ഷാനവാസിന് ടാസ്ക് മനസ്സിലാവാത്തതുപോലെ തന്നെ ഇവർക്കും ഇതുവരെ ടാസ്ക് മനസ്സിലായിട്ടില്ല. ബിഗ് ബോസ് നൂറയെ പറ്റിച്ചു എന്നൊരു തെറ്റിദ്ധാരണയിലാണ് നൂറ ഇപ്പോഴും ഇരിക്കുന്നത്. ആ ദേഷ്യം നൂറയുടെ സംസാരത്തിലുണ്ട്. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.